മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമരസല്ലാപമേ. ചൈതന്യ നാഭിയിൽ വീരിയും ആയിരമിതളുള്ള താമരയിൽ, ആദിമ ചൈതന്യ നാഭിയിൽ വീരിയും ആയിരമിതളുള്ള താമരയിൽ, രചനാ ചതുരൻ ചതുർമുഖനുണർന്നു ചതുരൻ ചതുർമുഖനുണർന്നു, സർഗം തുടർന്നു, കലയിലൊരു സ്വർഗം വിടർന്നു, മധുര മധു സുമനാളിനദള കഥനഹര മൃദുലധര ഹൃദയ സദനലതികയണിഞ്ഞ സംഗീതമേ അമരസല്ലാപമേ. ഓംകാരനാദത്തിൻ നിർവൃതി പുൽകിയ മാനവ മാനസമഞ്ജരി, മുരളീലോലൻ മുരകരനുണർന്നു, മുരളീലോലൻ മുരകരനുണർന്നു, സർഗം തുടർന്നു, കലയിലൊരു സ്വർഗം വിടർന്നു, മധുര മധു ഹൃദയ സദനലതികയണിഞ്ഞ സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ സാനിധ പദനി സംഗീതമേ. ധവ മഗനി ധവ സാനിധ ഗരി മഗരി സാനി പദനി സംഗീതമേ, ഗരി മഗരി ഗരി ഗമ പദനി സംഗീതമേ. അമരസല്ലാപമേ, നിത്യ സരി സരി നിഗരി ഗരി സരി സരി നി ധ ഗമ പദനി സ പദ മപ സനി ഗരി സനി സ ധവനി ധ സനി വിധ ഗരി ധനി ധ മരി ധരി ഗ രിഗ മരി ധി ധനി ഗരി ധനി ധനി ധ മ പനി ധ മ ഗ ഗമ മപ പദ ധനി നി സ സരി നി ഗ ഗമ നി ഗ ഗരി രി സനി സരി സു ല ധനി ധ ഗരി രി ധനി ധ ധനി ധനി ധ മ മ പനി ധ ധ മ ഗ ഗ ഗ പനി ധ മ പദ നി ധ രി ഗ ധനി ധനി ഗരി ധനി ധ നി ധനി 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 ധ പദ ഗരി ധ ഗരി ധനി ധനി രി സ നി ധ മ സനി ധ ഗ ഗ മ ഗ പദ പദ നി ധ പദ നി ധ നി ഗ മ പദ ഗ പദ മ പദ നി മ ധനി ധ പദ നി ധ പദ നി ധ നി ഗരി സ നി സ നി ധ നി ധ നി സ നി ധ പദ പദ നി സ പദ നി സ നി നി സ നി ഗ ഗരി ധ നി ധ രി ധ നി ധ ഗ മ പദ നി സംഗീതമേ അമരസല്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതിനൊരു പ്രതിവിധി വിവാഹമാണെന്ന്. അഷ്ടാംഗ ഹൃദയത്തിൽ ഉന്മാദ രോഗങ്ങളുടെ ഇടയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാ ഭ്രാന്തല്ല, ഒരു തരം മനോവിഭ്രാന്തി, അത്രേ ഉള്ളൂ. സ്മൃത്യപായോഹ്യാപസ്മാര സ ധീ സത്വാദി സംപ്ലവാൽ
രായദേവി അതേ ചിത്തേ ചിന്താശോക ഭയാദിഭി. എന്താ എന്നുവെച്ചാ ഓർമ്മയുടെ വിനാശമാണ് അപസ്മാരം എന്നർത്ഥം. ചാരകനും സുശ്രുതനും വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. ഇപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാല് ആദ്യം ഈ മനസ്സിന്റെ മാറ്റിത്തം അങ്ങനെ ഇല്ലാണ്ടാക്കുക. ഒരു വിവാഹം നടത്തിയാൽ താനെ മാറിക്കോളും. സുഖാവും, ഇയാൾക്ക് സുഖാവും എന്നാണ് എന്റെ ബലമായ വിശ്വാസം. അതിന് നമ്മുടെ ഇടയിൽ തന്നെ അനുഭവം ഉണ്ടല്ലോ. മുല്ലപ്പള്ളി ഇല്ലത്തെ നാരായണന്റെ കഥ. നല്ല സ്വർണ്ണ വിഗ്രഹം പോലത്തെ ചെറുപ്പക്കാരൻ ശിവ ശിവ അസുഖം കണ്ട ഭയാവും. എന്തൊക്കെ ചെയ്തു, എത്ര ചികിത്സിച്ചു, അവസാനം എന്തുണ്ടായേ? വേളി കഴിപ്പിച്ചു, അസുഖവും മാറി. വേളി കഴിച്ചത് നാരായണനാണെങ്കിലും കഴിപ്പിച്ചത് ഞാനാ. എന്തായാലും ഇനി കുട്ടന് ചികിത്സ അത് മതി. കുട്ട, കേട്ടില്ലേ തെക്കേമഠം പറഞ്ഞത്? വേളി കഴിച്ചാ ഭേദാവെന്ന് വെച്ചാ ഇനി അതും പരീക്ഷിച്ചില്ലാന്ന് വേണ്ട. നടക്കുന്ന കാര്യം വല്ലതുമാണോ ഏട്ടൻ ഈ പറയുന്നത്? മർക്കടസ്യ സുരാപാനേ മധ്യേ വൃശ്ചിക ദംശനം എന്ന് കേട്ടിട്ടില്ലേ? ജനനാൽ മർക്കടൻ, പോരാത്തതിന് ഇങ്ങനെ ഒരു രോഗവും. ഇയാൾക്ക് എവിടുന്നെങ്കിലും സംബന്ധം തരാവോ? ഏതെങ്കിലും പെങ്കിടാങ്ങൾ അതിന് സമ്മതിക്കുവോ? ഏതായാലും ഈ അന്വേഷണത്തിനും ആലോചനയ്ക്കൊന്നും എന്നെ കൊണ്ടാവില്ല. ചെന്ന് നാണം കെടാനാവില്ലെന്ന് അർത്ഥം. എടോ, ഈ ചികിത്സാവിധി കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാച്ചിട്ടാ. എന്നാ ഏട്ടൻ തന്നെ ചെന്നങ്ങ് അന്വേഷിക്കുക. ഇന്ന് കാന്തള്ളൂർ അമ്പലത്തിൽ 6-ാം വിളക്കാ. ഞാൻ ചെന്നിട്ടില്ല വെച്ചാ അവര് പിണങ്ങും. പിണങ്ങുന്നത് കുട്ടിമാളും ആയിരിക്കും. അമ്പലത്തിനടുത്തല്ലേ ഭവനം? കൊച്ചനിയും പറഞ്ഞതും കുറെയൊക്കെ ശരിയാ. ഇപ്പോഴത്തെ കാലത്ത് രക്ഷിതാക്കള് സ്വത്തും പദവിയും മാത്രമല്ല നോക്കുക, സ്വഭാവ ഗുണം അന്വേഷിക്കും. ഈ സ്വഭാവം രോഗം കൊണ്ടാണെന്നല്ലേ തെക്കേമഠം പറഞ്ഞത്? ഏട്ടനെങ്കിലും ഒന്ന് അന്വേഷിക്കൂ. സുഭദ്ര വിഷമിക്കാതിരിക്കുക, നമുക്ക് മാർഗം ഉണ്ടാക്കാം. ഏട്ടനല്ലേ പറയണേ, മാർഗമുണ്ട്. തങ്കമണി ഇല്ലേ അകത്ത്? എന്തിനാ? ഈ പുസ്തകം കൊടുക്കാനാ. നിൽക്ക് പറയട്ടെ. ഇങ്ങോട്ട് തന്നേക്കൂ, ഞാൻ കൊടുത്തോളാം. പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. തങ്കമണിക്ക് ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. നീ ഇടയ്ക്കിടെ അവളെ ഇങ്ങനെ ഇവിടെ കാണാൻ വന്നാൽ, അല്ല, ആളുകൾക്ക് പറഞ്ഞുണ്ടാക്കാൻ അധികമൊന്നും വേണ്ടല്ലോ. നമ്മൾ സൂക്ഷിക്കുകയല്ലേ നല്ലത്? എന്റെ സേവകനായി ഇങ്ങനെ ഏതു നേരം കൂടെ നടന്നിട്ട് തനിക്ക് എന്താണ് ഒരു നേട്ടം? നേട്ടം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യണത്. തമ്പുരാനൊരു സഹായല്ലേ ഞാൻ കൂടെ ഉണ്ടാവണത്. അല്ലാന്ന് പറയണില്ല. മുടിഞ്ഞ വിത്താണ് ഞാനെന്ന് അകത്തും പുറത്തും എല്ലാവരും പറയണമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരുത്തനോട് കൂടിയിട്ട് ഒരു ലാഭവും ഇല്ല. മാത്രമല്ല ചീത്തപ്പേര് ബാക്കി. പറയുന്നവര് പറഞ്ഞോട്ടെ, എനിക്ക് തമ്പുരാനെ ഇഷ്ടമാണ്. ഒരു ഏട്ടനെ പോലെ. തമ്പുരാട്ടിയെ ഞാൻ കാണുന്നത് ഒരമ്മയെ പോലെയാണ്. അമ്മയ്ക്ക് ഞാൻ ഇന്നും ഒരു ഭാരാണ്. അച്ഛനിടയ്ക്ക് പരിഹസിക്കാൻ ഒരാൾ,
അത്രേ ഉള്ളൂ മകൻ എന്ന് വെച്ചാൽ. നിനക്കൊരു കാര്യം അറിയൂ, ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛൻ അമ്മ അടുത്തൊരു നല്ല വാക്ക് പറയണത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാം എനിക്ക് അറിയാൻ തമ്പുരാൻ. നമ്മൾ എന്ത് ചെയ്യാനാ? മരിച്ചുപോയ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാ ശരിയെന്ന് ഇപ്പൊ തോന്നുന്നു. ഞാൻ ജനിക്കാനേ പാടില്ലായിരുന്നു എന്ന്. അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചതിന്റെ കഥ താൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഏതോ ഒരു കോവിലകത്ത് കല്യാണത്തിന് പോയപ്പോൾ കണ്ട് മോഹിച്ചതാത്രേ. രണ്ടുപേരുടെയും ജാതകം നോക്കി. ജ്യോത്സ്യന്മാരായ ജ്യോത്സ്യന്മാരൊക്കെ അതിലുണ്ടാവുന്ന സന്തതി കോവിലകം മുടിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ വാശി പിടിച്ച് വിവാഹം നടത്തി. അതോടെ കമ്പം തീരുകയും ചെയ്തു. അതിലുണ്ടായ സന്തതിയാണ് ഞാൻ. ഇനി ഒറ്റ മോഹമേ ഉള്ളൂ ഹരി എനിക്ക്. ഞാൻ കാരണം ഈ കോവിലകം മുടിയിരുന്നുണ്ട്. ഞാൻ തീർന്നു പോയാലും സാരിയില്ല. പണ്ട് ആരോ എന്തോ വിഡ്ഢിത്തം പറഞ്ഞു എന്ന് വെച്ച് വെറുതെ പ്രാന്ത് പറയണ്ട. എല്ലാം ശരിയായി വരും തമ്പുരാൻ. എല്ലാവർക്കും ഒന്നുകിൽ പേടി, അല്ലെങ്കിൽ പരിഹാസം. അത് രണ്ടും മാത്രമാകുമ്പോ തനിയെ ഭ്രാന്ത് വരും. അത് രണ്ടുമല്ലാതെ ഇത്തിരി സ്നേഹം, അത് അത് കിട്ടുന്നത് നീ ഒരാളിൽ നിന്ന് മാത്രമാണെന്നുള്ളതാ സത്യം. ഒരു പ്രധാന കാര്യം പറഞ്ഞില്ല. കേട്ടാ നീ അത്ഭുതപ്പെടും. എന്റെ പള്ളിക്കെട്ട് നിശ്ചയിച്ചു. ഇത് ബെടായിയല്ല, നിന്റെ ഏട്ടൻ തമ്പുരാൻ വിവാഹം കഴിക്കാൻ പോകുന്നു. നേരോ തമ്പുരാൻ? അതൊക്കെ തെക്കേമഠത്തിന്റെ കുറിപ്പടിയല്ലേ, ഒഴിയാൻ പറ്റുമോ? എവിടുന്ന? പോലോത്തെ ആ മൂദേവി തന്നെ, തങ്കമണി. വിശ്വാസം വരുന്നില്ലേ? ഈ കുരുത്തം കെട്ടവന് വേറെ എവിടുന്നാണോ പെണ്ണിനെ കിട്ടുക? വേറെ ആരും നിനക്ക് കിട്ടിയില്ല അല്ലടി? പോരുംപെട്ടോളെ അസത്ത്. നിത്യന്മ സുഹൃത്താന്ന് വിചാരിച്ചോ ഇങ്ങനൊരു ആലോചന വന്നത്? ഈ അടുക്കളയിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം ഒരു വഴി കാണിച്ചു തന്നപ്പോ അവളുടെ ഒരു വേണ്ട, എന്നെ കൂടെ ഒന്ന് പറയിക്കണ്ട. അശ്രീകരം. ഓ, ആ പാട്ട് പഠിക്കാൻ അയച്ച അബദ്ധമായത്. ഒന്നേ ഉള്ളതെന്ന് ഞാൻ വിചാരിക്കില്ല. കൈയും കാലും തല്ലി ചതച്ചൊരു മൂലിക്കിടും. മതി ചീത്ത പറഞ്ഞത്. അവൾ അനുസരിച്ചോളൂ. ഇല്ല, എനിക്ക് ദുഷ്ടന് വേണ്ട. നിന്റെ വേർക്കാൻ സാമൂതിരിപ്പാട് വരും. കാത്തിരുന്നു. ഇത് ഉറപ്പിച്ച ഞാൻ ജീവൻ ഒടുക്കും. ഉറപ്പ്. എന്ന് ചാവ് തീരത്തെ ഭാരം അവിടെ കിടക്കട്ടെ.